രാവിലെ തന്നെ എനിക്ക് കുറച്ച് തിരക്കുള്ള സമയമായിരുന്നു. കാരണം ഇന്ന് എനിക്ക് ഷിപ്പ് ചെയ്യാനുണ്ട് കുറച്ച് എൻ അക്കൗണ്ട്സ് ഒക്കെ. കൂട്ടത്തിൽ എനിക്ക് ടൗൺ വരെ ഒന്ന് പോവുകയും വേണം. സ്വതവേ മൺഡേസിലാണ് ഷിപ്പിംഗ് ഒക്കെ ഉണ്ടാവുക. എല്ലാ ദിവസവും ടൗൺ വരെ പോയി ഷിപ്പ് ചെയ്യാൻ മടി ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ മൺഡേസിലും ആയിട്ട് ഷിപ്പിംഗ് വെച്ചത്. ഇങ്ങനെ ആകുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം പോയാൽ മതിയല്ലോ. പക്ഷെങ്കിൽ അങ്ങനെ ആകുന്ന സമയത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ സാറ്റർഡേ പകലും സൺഡേ രാത്രിയൊക്കെ ആയിട്ട് എനിക്ക് നല്ല തിരക്കായിരിക്കും. അത് മാത്രമല്ല മൺഡേ മോർണിംഗ് എനിക്ക് ഭയങ്കര തിരക്കായിരിക്കും. മൺഡേ മോർണിംഗ് ഒന്നും എന്റെ ഫോണൊന്നും ബെല്ലടിഞ്ഞാലേ ഞാൻ കേൾക്കില്ല. കാരണം ഞാൻ അത്രയും തിരക്കിലേക്ക് ഉണ്ടാവും. കാരണം ഉച്ചയ്ക്ക് മുന്നേ എനിക്കിത് കൊണ്ടുപോയി കൊറിയർ അയക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ രാവിലെ പണി തുടങ്ങും ഞാൻ. ഇന്ന് കൊറിയർ അയക്കാൻ മാത്രമല്ല എനിക്ക് കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും എനിക്ക് വാങ്ങിക്കാനുള്ള മൊത്തം സാധനങ്ങളും എന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. എന്നെ ലോഗോ സ്റ്റിക്കേഴ്സ് ഒക്കെ മൊത്തം തീർന്നിട്ടതിനുള്ളത്. ഇപ്രാവശ്യം ഞാനൊരു 5-6 ഷീറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പിന്നെ ടേപ്പ് മുതൽ പൈപ്പിംഗ് ബാഗ് വരെ സ്റ്റോക്ക് ഔട്ട് ആണ്. അതൊക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ വേണം. അപ്പൊ അതൊക്കെ കൂടി കണക്കിലെടുത്തിട്ടാണ് ഞാൻ ഇന്ന് പുറത്തേക്ക് പോകുന്നത്. ചിലരൊക്കെ മെസ്സേജ് ചോദിക്കലുണ്ട് ഇതൊക്കെ എവിടുന്നാ വാങ്ങുന്നതെന്ന്. ഞാനിത് എന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതൊക്കെ വാങ്ങി വന്ന സമയത്തുണ്ട് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള 2 സാധനങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഒരു ബാഗും പിന്നെ ഒരു ഫോൺ കേസും ആണ് ഇതിലുള്ളത്. ഒരു ബാഗ് ഉണ്ടല്ലോ മൈലാഞ്ചി ഇടാൻ വേണ്ടി പോകാൻ വേണ്ടി മാത്രം വാങ്ങിച്ചാണ്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് മൾട്ടിപ്പിൾ പർപ്പസ് ആണ് കേട്ടോ. മൈലാഞ്ചി ഇടാൻ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ബ്ലാക്ക് തന്നെ നോക്കി വാങ്ങിയത്. അങ്ങനെ എന്ന സമയത്ത് മൈലാഞ്ചിന്റെ കുറച്ച് സ്റ്റെയിൻ ഒന്നും ആയാലും പ്രശ്നം ഉണ്ടാവില്ല. ബാഗെല്ലാം ഞാൻ എങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് കെയർ ചെയ്താലും എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ആയിട്ടുണ്ടാവും. അങ്ങനെ എന്റെ നല്ലൊരു സൈഡ് ബാഗ് ഇപ്പൊ സൈഡായി കിടക്കുകയാണ്. അതാണെങ്കിൽ നല്ല പ്യുവർ വൈറ്റ് കളറുമാണ്. പിന്നെ അത് മാത്രമല്ല അതിൽ കുറച്ച് സ്പേസ് കുറവാണ്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ എക്സ്ട്രാ എടുക്കണമെന്നുണ്ടെങ്കിൽ പറ്റൂല. ഇതിന്റെ ഉള്ളിലായിട്ട് വേറെയും ചെറിയൊരു പൗച്ചും കൂടി വരുന്നുണ്ട്. അതൊക്കെ അവിടേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇന്നത്തെ ലഞ്ചിനുണ്ടല്ലോ ഭയങ്കര കംഫർട്ട് ഫുഡായിരുന്നു. പ്ലേറ്റിലേക്ക് എല്ലാ ഐറ്റംസും എടുത്ത് വെച്ച സമയത്ത് ഒരു അത്തപ്പൂക്കൾ ഇട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിലുണ്ടല്ലോ ഈ ചെമ്മീൻ ഫ്രൈയും അച്ചാറും ചോറും വെച്ചിട്ട് ബാക്കി എല്ലാ ഐറ്റംസും ഞാനായി ഉണ്ടാക്കി. എനിക്ക് സാധാ ചോറിന്റെ കൂടെ കറി വെച്ച് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം. കറി വേണമെന്നേ എനിക്കൊരു നിർബന്ധമില്ല. എനിക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ട് ഇങ്ങനത്തെ സാധാ ചോറൊന്നും ബിരിയാണിന്റെ അത്രയൊന്നും എത്തൂല എന്നുള്ളത്. പക്ഷെ അത് ഞാനിന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടോ. സാധാ ചോറൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്.